എടി സ്നേഹേ, എടി അപ്പുറം വീട്ടിൽ കയറി കുറ്റം പറയാൻ പോയേക്കുവാണോടി നീയ? എന്റെ മോൻ വരുമ്പത്തേന് അവര് തിന്നാൻ എന്തെങ്കിലും ഉണ്ടാക്കി. എടിയേ സ്നേഹേ, എടിയേ. ആ എന്താമേ ഈ തല എന്തിനാ വിളിച്ചു പോകുന്നേ? ചാറായിട്ടുണ്ടോ? അങ്ങനെ പോയി നോക്കട്ടെ. എന്തിനാ ഇങ്ങനെ വിളിച്ചു പോണേ? ഞാൻ അടുക്കളയിലല്ല, ഞാൻ വെറുതെ ഇരിക്കുവല്ലേ, ഇഷ്ടംപോലെ പണിയുണ്ട് അടുക്കളയില്. ഓ, നിന്റെ ഒരു പണി അപ്പുറത്തെ വീട്ടിൽ പോയി കുറ്റം പറയുമല്ലായിരുന്നോടി നീ. എന്നിട്ട് നിന്റെ ഒരു പണി. നിങ്ങളോട് പറഞ്ഞ് ജയിക്കാൻ എനിക്ക് പറ്റൂല. ഈ ഭ്രാന്ത് ആൾക്കാർക്ക് ഭ്രാന്ത് പിടിച്ച് കഴിഞ്ഞാൽ ചങ്ങലക്ക് ഭ്രാന്ത് പിടിച്ചാലോ? ആ, നീ പറയണേ എനിക്ക് ഭ്രാന്താണല്ലേ? നിന്റെ തള്ളക്കടി ഭ്രാന്ത്. എന്റെ തള്ളക്ക് വിളിച്ചോണ്ടല്ലോ. വിളിച്ചാൽ നീ എന്തിലൂടി? ഇനി ഞാൻ വിളിക്കും. നിന്റെ തള്ളക്ക് തന്നെ ഭ്രാന്ത്. തള്ളേ ഞാൻ. ആ ഏട്ടൻ വന്നോട് മാത്രം നിങ്ങളെ ഞാൻ വെറുതെ വിടുവാ. ശിവനെ ശരിയാക്കാം. ഒന്ന് പോയിട്ട് വന്നട്ടെ ചേട്ടൻ. ഒന്ന് പുറത്തു പോരാ, ഞാൻ കാണിച്ചു തരാം നിങ്ങളെ. ഓ, നീ എന്റെ മൂക്കി വലിച്ചു കേട്ടൂലേ? ഒന്ന് പോടി. അവള് വന്നേക്കും. ആ, ഏട്ടൻ വന്ന അത് വെറുതെ ഞാനും കൂടി ഭർത്താനൊക്കെ പറഞ്ഞോണ്ടിരിക്കായിരുന്നു. എനിക്ക് ആൾക്കാരൊക്കെ ഇച്ചിരി പണിയില്ല. ചേട്ടൻ ചായ എടുക്കണോ? ആ ശരി. എന്താണ് അമ്മയുടെ പ്രശ്നം? ഇന്ന് ഇവിടെ എന്ത് സൗണ്ട് ആക്കണം? എന്റെ കൂട്ടുകാരന്മാർ വരെ പരാതി പറഞ്ഞു തുടങ്ങി. മോൻ ഇവിടെ ഇരിക്കും മോനെ. തീരെ വയ്യപ്പ. അവൾ എന്നെ ഇവിടെ കൊല്ലാക്കൊല ചെയ്യാ മോനെ. പോയ ഉടനെ തന്നെ അവള് പറയും വിറ്റടിക്ക് തള്ളേ, പാത്രം തേക്ക് തള്ളേ, തുണി വിരിച്ചിട്ട് തള്ളേ. എനിക്ക് ഇരിക്കപ്പൂർത്തി തരൂല മോനെ അവള്. എല്ലാ പണിയും കഴിഞ്ഞ് ഇവിടെ ഒന്ന് വന്നിരിക്കാന്ന് വെച്ചാലോ അതിനും സമ്മതിക്കില്ലപ്പ. അവൾ എനിക്ക് ലേശം സ്വസ്ഥത പോലും എനിക്ക് ഇവിടെ കിട്ടണില്ല മോനെ. മോൻ എന്നെ വല്ല വൃദ്ധാസദനത്തിലും കൊണ്ടുവന്നാക്ക്. അവിടെ ആവുമ്പോ ഇച്ചിരി മനസ്സമാധാനം എനിക്ക് കിട്ടൂല. എന്താണ് ഇത്ര നാളായിട്ട് അതിനോട് പറയാതിരുന്നത്? അവൾ എന്റെ അമ്മേനെ വേണ്ടിട്ട് കൊല്ലാക്കൊല ചെയ്യുവായിരുന്നല്ലേ? ഇന്നിങ്ങനെ അവളെ കാണിച്ചു തരുന്നുണ്ട്. അവിടെ എവിടെയോ. ഓ വേണ്ട മോനെ, അത് സാരമില്ല, വേണ്ട. അങ്ങനെ വിട്ട് പറ്റില്ലമ്മേ. ഇതിപ്പേ ഞാൻ വെറുതെ വിടാന്ന് വെച്ചാൽ ശരിയാവൂല. എടി സ്നേഹേ, എടി നീ എന്റെ അമ്മേനെ വേണ്ടിട്ട് കഷ്ടപ്പെടുത്തുവാന്നല്ലേടി? ആ പണം ഇതുവരെ ഒന്നും മിണ്ടിയില്ല. ആ തളയ്ക്കൊന്നും വയ്യാതായിട്ട് നീ ആ തള്ളനെ കൊല്ലാക്കൊല ചെയ്തൂലേ? അപ്പൊ അത് കിടപ്പായി പോയാണെങ്കിലോ? ഓ, നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മ പറയണ മാത്രം കേട്ടാ ഞാൻ പറയണമെന്ന് കേൾക്കണ്ടേ? എന്റെ അമ്മേനെ എനിക്ക് വിശ്വാസം. എന്റെ അമ്മേനെ ഇവിടെ മര്യാദക്ക് നോക്കാൻ പറ്റില്ലെങ്കിൽ ഇവിടെ നിൽക്കണ്ടേ? എന്റെ അമ്മേനെ നന്നായിട്ട് നോക്കാൻ പറ്റുന്നവർ ഈ വീട്ടിൽ നിന്നാ മതി. ഓ, അപ്പൊ എന്നെ വിശ്വാസമല്ല. ഞാൻ ഇവിടെ നിന്ന് പറ്റുമെങ്കിൽ ഇറങ്ങിക്കോളാം അല്ലേ? ഇറങ്ങിക്കോളാം, ഇപ്പൊ തന്നെ ഇറങ്ങിക്കോളാം കേട്ടോ. എനിക്ക് നിങ്ങളുടെ ആട്ടും തുപ്പും കഴിച്ച അമ്മയുടെ മോന്റെ പരാതികളും രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞാൻ വീട്ടിൽ കിടന്ന് കഷ്ടപ്പെടാം. എനിക്ക് ഇച്ചിരി നേരം ഒരു റെസ്റ്റ് വേണം. ഞാൻ പോയിക്കോളാം, ഇപ്പൊ തന്നെ പോയിക്കോളാം. എനിക്ക് നിങ്ങളെ നിങ്ങളുടെ അമ്മേനെ ഓച്ചാരിച്ച് നിൽക്കേണ്ട ഒരു ആവശ്യമില്ല. പിള്ളേരെ ഞാൻ കൂടിയിൽ വിളിച്ചോണ്ട് വീട്ടിലോട്ട് കൊണ്ടുപോകും. അപ്പൊ ഞാൻ പോവാണ് കേട്ടോ. നിങ്ങളെ അനുഭവിക്കും, ഇല്ലെങ്കിൽ നോക്കിക്കണം. എന്നാ മോനെ അവിടെ ഒരു ബഹളം? എങ്ങോട്ട് പോയിന്ന്? അമ്മേനെ പറഞ്ഞത് അവര് അങ്ങനെ ഇങ്ങനെ ഇരുന്നൊക്കെ. ഞാൻ പറഞ്ഞു എന്റെ അമ്മേനെ നോക്കാൻ ഇവിടെ നിൽക്കണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഇനിയിപ്പോ ഈ വീട്ടില് ജോലിയൊക്കെ ആര് ചെയ്യണേ? ഇത് നല്ല കുത്ത. അമ്മയാണ് പറഞ്ഞത് ഇവിടെ പാത്രം വെക്കണതും മാനക്കണതും വീട്ടടിക്കണതും ഒക്കെ അമ്മയാണെന്ന്. ഇനിയിപ്പോ അവിടെ തന്നെ വരെ അമ്മയൊന്നും നോക്കുന്നൊക്കെ അല്ല. പിന്നെ ഞാനാ? ആ, അമ്മ തന്നെ. ഓ